മോസ്കോ 12ാം നൂറ്റാണ്ടിൽ പ്രഭുഭരണത്തിൻ കീഴിൽ സ്ഥാപിക്കപ്പെട്ട നഗരം. ഒരിക്കൽ റഷ്യൻ സാമ്രാജ്യത്തിന്റെ സിരാ കേന്ദ്രമായിരുന്ന നഗരം. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവം ഇവിടെ അരങ്ങേറി. സോവിയറ്റ് യൂണിയൻ രൂപം കൊണ്ടു. മോസ്കോ എക്കാലത്തും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ലോകം മറക്കാത്ത പല ചരിത്ര സംഭവങ്ങളും അരങ്ങേറിയ വേദിയാണിവിടം. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലൂടെയുള്ള യാത്ര ആവേശകരമാണ്. പോകാം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയുടെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് മോസ്കോ നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം മനേഷ്നായ ചത്തുരം, തുടർന്ന് റെഡ് സ്ക്വയർ, പിന്നെ സെയിന്റ് ബേസിൽസ് കത്തീഡ്രൽ, അടുത്തതായി മോസ്കോ റിവർ, തുടർന്ന് മോസ്കോ ക്രെംലിൻ, പിന്നെ അലക്സാണ്ടർ ഗാർഡൻ, അവിടെ നിന്നും കത്തീഡ്രൽ ഓഫ് ക്രൈസ്റ്റ് ദി സേവിയർ, അടുത്തത് ഓൾഡ് അർബാത്ത് സ്ട്രീറ്റ്, തുടർന്ന് പുഷ്കിൻ മെമ്മോറിയൽ അപ്പാർട്ട്മെന്റ്, പിന്നെ ഗോർക്കി പാർക്ക്, അവസാനമായി വെദൻഹ മ്യൂസിയം കോംപ്ലക്സ്. മനേഷ്നായ സ്ക്വയറിൽ നിന്നും യാത്ര ആരംഭിക്കാം. ചുറ്റും വൻ കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ബൃഹത് ചത്തുരം. അതിലൊന്ന് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ബറോക്ക് ശൈലിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള മനോഹര മന്ദിരത്തിൽ പുരാതന കാലം മുതൽക്കുള്ള റഷ്യൻ ചരിത്രം അവതരിപ്പിച്ചിരിക്കുന്നു. മോസ്കോ മനേഷാണ് സ്ക്വയറിലെ മറ്റൊരു കെട്ടിടം. രാജഭരണകാലത്ത് കുതിരകളെ വളർത്താനും പരിശീലിപ്പിക്കാനും അഭ്യാസ പ്രദർശനത്തിനുമൊക്കെയായി ഉപയോഗിച്ചിരുന്ന കെട്ടിടം. വിഖ്യാതമായ റെഡ് സ്ക്വയറിനോട് ചേർന്ന് തന്നെയുള്ള ചത്തുരമാണിത്. ഐബീരിയൻ ഗേറ്റ് ആൻഡ് ചാപ്പൽ എന്നു പേരുള്ള കവാടം കടന്നാൽ റെഡ് സ്ക്വയർ ആകും. മനേഷ്നായ സ്ക്വയറിൽ കിലോമീറ്റർ 0 എന്ന് പേരിട്ടിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. വെങ്കല തകിടുകൾ വെച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടം റഷ്യയിലെ എല്ലാ റോഡുകളുടെയും തുടക്ക സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. കിലോമീറ്റർ 0യിൽ നിന്നുകൊണ്ട് നാണയം പുറകോട്ടെറിഞ്ഞാൽ ഭാഗ്യം വരുമെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. ടൂറിസ്റ്റുകളും മോസ്കോ നഗരവാസികളും ധാരാളമായി ഒത്തുകൂടുന്ന ഇടം കൂടിയാണ് മനേഷ്നായ സ്ക്വയർ. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ധാരാളം സുവനീർ ഷോപ്പുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പണം കൊടുത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്ന പ്രച്ഛന്ന വേഷധാരികളാണ് മനേഷ്നായ സ്ക്വയറിലെ മറ്റൊരാകർഷണം. റെഡ് സ്ക്വയർ ആണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. റഷ്യയുടെ നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങൾക്കെല്ലാം സാക്ഷിയായ ചത്തുരം. നിരവധി ചരിത്ര മന്ദിരങ്ങളാണ് സ്ക്വയറിന് ചുറ്റുമുള്ളത്. രൂപകൽപ്പന കൊണ്ട് ഗംഭീരമായ സെയിന്റ് ബേസിൽസ് കത്തീഡ്രൽ തന്നെയാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. റഷ്യയുടെ ലാൻഡ്മാർക്കായി കണക്കാക്കപ്പെടുന്ന വിശേഷപ്പെട്ട നിർമ്മിതി.
ചത്വരത്തിന്റെ ഒരു വശത്ത് ക്രെംലിൻ മതിലാണുള്ളത്. മതിലിനോട് ചേർന്ന് തന്നെ ലെനിന്റെ മുസോളിയവും സ്ഥിതി ചെയ്യുന്നു. ലെനിന്റെ മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. സ്ക്വയറിന്റെ മറ്റൊരു ഭാഗത്ത് ഗം എന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ സ്ഥിതി ചെയ്യുന്നു. നിരവധി ഷോപ്പുകൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതും ദൈനംദിന ആവശ്യത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്നവയുമെല്ലാം ഇതിൽ ഉൾപ്പെടും. പകലും രാത്രിയുമെല്ലാം ജനം നിറയുന്ന ചത്വരമാണിത്. നഗരവാസികളും ടൂറിസ്റ്റുകളുമെല്ലാം ഇവിടെ സൗഹൃദം പങ്കുവെക്കാനും വിശ്രമത്തിനുമൊക്കെയായി ഒത്തുകൂടുന്നു. ആളുകളെ കണ്ടും അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിച്ചും സ്ക്വയറിലൂടെ അലസമായി നടക്കുകയെന്നതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ താഴെയുള്ള നിലകളിൽ സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ റെഡ് സ്ക്വയർ നിറപ്പകിട്ടാറുന്ന ഗംഭീര കാഴ്ചയായി മാറും. അതുകൊണ്ട് തന്നെ സായന്തനങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇനി കാണേണ്ടത് റഷ്യൻ സംസ്കാര തനിമയുടെ അടയാളമായി ഉയർത്തിക്കാട്ടുന്ന ഒരു ദേവാലയമാണ്. സെയിന്റ് ബേസിൽസ് കത്തീഡ്രൽ. റെഡ് സ്ക്വയറിന്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഭീര നിർമ്മിതി. അസാധാരണമായ രൂപകൽപ്പന തന്നെയാണ് ഈ മന്ദിരത്തെ ആകർഷകമാക്കുന്നത്. ദേവാലയത്തിന്റെ ഓരോ ഇഞ്ചും അതീവ ശ്രദ്ധയോടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അലങ്കാര പണികളിലും ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങളിലും കാണാം ആ സൂക്ഷ്മതയും സങ്കീർണതയും. പുറംഭാഗത്തെ നിർമ്മാണ രീതിയും അലങ്കാരങ്ങളും കണ്ടു മനസ്സിലാക്കാൻ അല്പം ക്ഷമയും സമയവും വേണ്ടിവരും. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലെ പരിമിതമായ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണെന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. മന്ദിരത്തിന്റെ പുറത്തെ ശ്രദ്ധേയമായ ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഗോപുരവും പല നിറങ്ങൾ പൂശിയിട്ടുള്ള മകുടങ്ങളുമാണ്. ഉൾഭാഗത്ത് ചുവർ ചിത്രങ്ങളാലാണ് അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ളത്. ബൈബിൾ സന്ദർഭങ്ങളും റഷ്യൻ ചരിത്രവുമെല്ലാം ഇവിടെ വിഷയങ്ങളാകുന്നു. സായന്തനങ്ങളിൽ ലൈറ്റപ്പ് ചെയ്യുന്നതോടെ സെയിന്റ് ബേസിൽസ് കത്തീഡ്രലിന്റെ രൂപം അതിഗംഭീരമായ കാഴ്ച അനുഭവമായി മാറും. മഞ്ഞുകാലത്തും ഈ നിർമ്മിതിക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണുള്ളത്. മോസ്കോ നദിയാണ് അടുത്തത്. നദിയുടെ ദൃശ്യങ്ങൾ എവിടെയും മനോഹരമാണ്. പശ്ചാത്തലത്തിൽ നഗരവും കൂടിയാകുമ്പോൾ കാഴ്ച കൂടുതൽ സുന്ദരമാകും. നദിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നിരവധി പാർക്കുകളുണ്ട്. ഇവിടെയെല്ലാം പ്രൊമനേഡുകളും വോക്ക്വേകളും നിർമ്മിച്ചിട്ടുമുണ്ട്. കുറുകെയുള്ള പാലങ്ങളാണ് നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന മറ്റിടങ്ങൾ. മോസ്കോ നദിയിലും ഒട്ടേറെ ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ സജ്ജമാണ്. ബോട്ട് ക്രൂസാണ് അതിലൊന്ന്. താൽപര്യമനുസരിച്ച് വേണ്ട പാക്കേജ് ക്രൂസിനായി തിരഞ്ഞെടുക്കാം. തുകയ്ക്കനുസരിച്ച് സമയവും സൗകര്യങ്ങളും വ്യത്യാസപ്പെടും. 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയാണ് സാധാരണ ക്രൂസ് സമയം. സൈറ്റ് സീയിങ് ക്രൂസിൽ നദിയുടെ സമീപത്തുള്ള കാഴ്ചകളെല്ലാം കാണാം. കൂടാതെ ബോട്ടിലെ ഗൈഡ് ഓരോ സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ഡിന്നർ, ലഞ്ച് ക്രൂസുകളാണ് മറ്റൊന്ന്. ഡിന്നർ ക്രൂസിൽ ഭക്ഷണത്തോടൊപ്പം നഗരത്തിന്റെ മനോഹരമായ രാത്രി കാഴ്ചകളും ആസ്വദിക്കാം. മഞ്ഞുകാലത്ത് നദി തണുത്തുറയുമ്പോൾ നടത്തുന്ന
സാഹസിക പരിപാടിയാണ് ഐസ് ബ്രേക്കർ ക്രൂസ്. ഐസ് ബ്രേക്കർ ബോട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന യാത്രകൾ ഒരു ഗംഭീര അനുഭവം സന്ദർശകർക്ക് സമ്മാനിക്കുന്നു. ഇനി കാണേണ്ടത് മോസ്കോ ക്രെംലിനാണ്. ക്രെംലിൻ എന്നാൽ റഷ്യൻ ഭാഷയിൽ കോട്ട എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളോളം റഷ്യൻ സാമ്രാജ്യം ഭരിക്കപ്പെട്ടത് കൊട്ടാരമടക്കമുള്ള മന്ദിരങ്ങൾ ഉൾപ്പെടുന്ന ഈ ക്രെംലിനിൽ നിന്നായിരുന്നു. ഇന്നും അതിൽ മാറ്റം വന്നിട്ടില്ല. റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ക്രെംലിനിലെ ഗ്രാൻഡ് പാലസ് ആണ്. പ്രധാനപ്പെട്ട പല ഭരണസ്ഥാപനങ്ങളും ഇതിനുള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്രെംലിനിലെ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ സന്ദർശകർക്ക് പ്രവേശിക്കാനാകൂ. മറ്റു ഭാഗങ്ങളിലെല്ലാം അതിശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കത്തീഡ്രൽ സ്ക്വയറാണ് ഇവിടെ സന്ദർശനം സാധ്യമായൊരിടം. ദേവാലയങ്ങളാൽ ചുറ്റപ്പെട്ട ചെറു ചത്തുരമാണിത്. ഗോപുരങ്ങളും മകുടങ്ങളും എല്ലാം ഉൾപ്പെടുന്ന റഷ്യൻ ആർക്കിടെക്ചറിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഈ ചർച്ചുകൾ. ഓരോ ദേവാലയത്തിന്റെയും ആവശ്യങ്ങളും വ്യത്യസ്തമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രസിദ്ധം ചക്രവർത്തിമാരുടെ കിരീടധാരണം നടന്നിരുന്ന അസംഷൻ ചർച്ചാണ്. പുറംഭാഗം പോലെ തന്നെ ചുവർ ചിത്രങ്ങളാൽ നിറഞ്ഞ അസംഷൻ ചർച്ചിന് ഉൾവശവും വ്യത്യസ്തമാണ്. ആർമറി ചേംബർ എന്ന മ്യൂസിയമാണ് ക്രെംലിനിൽ സന്ദർശനത്തിന് അനുമതിയുള്ള മറ്റൊരു ഭാഗം. ഇവിടെ സാർ ചക്രവർത്തിമാരുടെ സ്വകാര്യ ശേഖരത്തിലുണ്ടായിരുന്ന കലാസൃഷ്ടികൾ, അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ എന്നിങ്ങനെ പലതരം വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി നമുക്ക് അലക്സാണ്ടർ ഗാർഡന്റെ കാഴ്ചകളിലേക്ക് പോകാം. മരങ്ങൾ വച്ചുപിടിപ്പിച്ചും പച്ചപ്പരവതാനി കണക്കെ പുൽത്തകിടികൾ സ്ഥാപിച്ചും മനോഹരമായ ഫ്ലവർ ബെഡുകൾ ഒരുക്കിയും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഗംഭീര ഉദ്യാനമാണിത്. മോസ്കോ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒത്തുകൂടാനും സമയം ചിലവഴിക്കാനുമുള്ള ഒരിടം. ഫോട്ടോഗ്രാഫർമാരുടെയും ഇഷ്ട ലൊക്കേഷനാണിത്. എവിടേക്ക് തിരിച്ചാലും നിറപ്പകിട്ടാർന്ന ഫ്രെയിമുകളാവും ക്യാമറയിൽ പതിയുക. കാഴ്ചകൾ കണ്ടും ആളുകളെ നിരീക്ഷിച്ചും പാർക്കിലെ വോക്ക്വേകളിലൂടെ നടക്കുകയെന്നതാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. നടപ്പാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബെഞ്ചുകളിലിരുന്ന് വിശ്രമവുമാകാം. പാർക്കിന്റെ ഒരതിര് പൂർണ്ണമായും ക്രെംലിൻ മതിലാണ്. മതിൽക്കെട്ടിലെ മിഡിൽ ആഴ്സണൽ ഗോപുരം പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. ഗോപുരത്തിനടിയിലെ ഗ്രോട്ടോ പോലെയുള്ള ഭാഗത്ത് 500 വർഷം മുമ്പുള്ള ക്രെംലിൻ മതിലിന്റെ രൂപം കാണാനാവും. മോനുമെന്റ് ഫോർ അൺനോൺ സോൾജിയർ ആണ് പാർക്കിലെ മറ്റൊരു കാഴ്ച. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികർക്കുള്ള സ്മാരകമാണിത്. 1966 മുതൽ കെടാതെ കത്തുന്ന ഒരു വിളക്കും ഇവിടെയുണ്ട്. വിളക്കിന് കാവൽ നിൽക്കുന്ന 2 സൈനികരുടെ ചേഞ്ചിങ് പരേഡ് ഇവിടുത്തെ കൗതുകകരമായ ഒരു ചടങ്ങാണ്. 2 മിനിറ്റ് കൊണ്ട് കഴിയുമെങ്കിലും നടത്തത്തിലും ചലനങ്ങളിലും പുലർത്തുന്ന ചടുലതയും ഏകോപനവും ഈ ചടങ്ങിനെ ആസ്വാദ്യകരമായ കാഴ്ചയാക്കി മാറ്റുന്നു. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ സെറിമണി നടക്കുന്നുണ്ട്.
ഇനി നമുക്ക് ക്രൈസ്റ്റ് ദി സേവിയർ കത്തീഡ്രലിന് സമീപത്തേക്ക് നീങ്ങാം. സോവിയറ്റ് യൂണിയന്റെ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ള ദേവാലയമാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഈ ചർച്ചിന്റെ നിർമ്മാണം പൂർത്തിയായത്. എന്നാൽ സോവിയറ്റ് കാലത്ത് സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം മന്ദിരം ഡൈനാമിറ്റ് വെച്ച് തകർത്തു. പിന്നീട് തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടെങ്കിലും ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ സ്ഥാപിച്ചത്. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെ അവസാന വർഷങ്ങളിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ ഭരണകൂടം തന്നെ തീരുമാനിച്ചു. യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഈ ചരിത്രമാണ് ക്രൈസ്റ്റ് ദി സേവിയർ ചർച്ചിന്റെ മുഖ്യ സവിശേഷത. പരാജയപ്പെട്ട സോവിയറ്റ് സോഷ്യലിസ്റ്റ് പരീക്ഷണത്തിന്റെ ഒരു സ്മാരകമാണ് ഇതെന്നും വിശേഷിപ്പിക്കാനാകും. മോസ്കോ നദിക്കരയിലുള്ള സ്ഥാനവും സ്വർണ്ണ താഴികക്കുടങ്ങളും ദേവാലയ മന്ദിരത്തെ മനോഹര കാഴ്ചയാക്കുന്ന ഘടകങ്ങളാണ്. റഷ്യൻ റിവൈവൽ വാസ്തുവിദ്യാ ശൈലിക്ക് ഒരു മികച്ച ഉദാഹരണം കൂടിയാണിത്. കൊത്തുപണികളാലും ചുവർ ചിത്രങ്ങളാലും ടൈൽ വർക്കുകളാലും ഉൾവശവും അലങ്കാര സമൃദ്ധമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് പാട്രിയാർഷി ബ്രിഡ്ജ്. മോസ്കോ നദിക്ക് കുറുകെയുള്ള പാലം വന്നവസാനിക്കുന്നത് ദേവാലയമുറ്റത്താണ്. വാഹനഗതാഗതം അനുവദിച്ചിട്ടില്ലാത്ത പെഡസ്ട്രിയൻ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് മോസ്കോ നഗരത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാനാകും. മോസ്കോ നദിയും ക്രെംലിൻ കോംപ്ലക്സിലെ കൊട്ടാരമടക്കമുള്ള നിർമ്മിതികളും ഒരു ഫ്രെയിമിൽ ഇവിടെ നിന്നും വീക്ഷിക്കാം. അടുത്തത് നഗരത്തിലെ പഴയ വാണിജ്യ തെരുവായ ഓൾഡ് അർബാത്ത് സ്ട്രീറ്റ് ആണ്. ഇതിപ്പോൾ തെരുവിന്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് ഒരു ഹെറിറ്റേജ് പെഡസ്ട്രിയൻ ഒൺലി സ്ട്രീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. പകലും രാത്രിയുമെല്ലാം സജീവമായ ഓൾഡ് അർബാത്ത് സ്ട്രീറ്റിൽ എപ്പോഴും സന്ദർശകരുടെ സാന്നിധ്യമുണ്ടാകും. എങ്കിലും വൈകുന്നേരത്തോടെയാണ് തിരക്ക് വർദ്ധിക്കുക. അപ്പോൾ ടൂറിസ്റ്റുകൾ മാത്രമല്ല, നഗരവാസികളും സമയം ചിലവഴിക്കാനും സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുകൂടാനും ഇവിടേക്കെത്തും. പല കാലങ്ങളിൽ വ്യത്യസ്ത വാസ്തുവിദ്യകളിൽ നിർമ്മിച്ച ധാരാളം നിർമ്മിതികൾ ഓൾഡ് അർബാത്ത് സ്ട്രീറ്റിൽ പഴമയുടെ സൗന്ദര്യം ചോരാതെ സംരക്ഷിച്ചിട്ടുണ്ട്. സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ബാറുകളും തിയേറ്ററുകളുമെല്ലാം ഈ കെട്ടിടങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ഭക്ഷണശാലകളിൽ തനത് റഷ്യൻ വിഭവങ്ങളാണ് ലഭിക്കുക. സംഗീതവും നൃത്തവുമെല്ലാമായി സ്ട്രീറ്റ് പെർഫോമേഴ്സും അന്തരീക്ഷം ആഘോഷപൂർണമാക്കുന്നു. പോർട്രേറ്റ്, കാരിക്കേച്ചർ ചിത്രങ്ങൾ വരച്ചു തരുന്ന ചിത്രകാരന്മാരാണ് സ്ട്രീറ്റിലെ മറ്റൊരാകർഷണം. ഓൾഡ് അർബാത്ത് സ്ട്രീറ്റിലെ ഒരു സുപ്രധാന ഡെസ്റ്റിനേഷനാണ് അലക്സാണ്ടർ പുഷ്കിൻ താമസിച്ച വീട്. ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാനാവുന്ന മഹാനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. മുപ്പത്തിയേഴ് വയസ്സുവരെയേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും ആ കാലഘട്ടം കൊണ്ട് തന്നെ തന്റെ രചനകളിലൂടെ പുഷ്കിൻ റഷ്യൻ ഭാഷയുടെ കൊടുമുടികൾ കീഴടക്കി. ഇന്നും റഷ്യയിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന സാഹിത്യകാരനാണ് അലക്സാണ്ടർ പുഷ്കിൻ. വിവാഹശേഷം താമസിക്കാനായി പുഷ്കിൻ വാടകയ്ക്കെടുത്ത വീടാണിത്. വെറും 4 മാസം മാത്രമേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 മാസം മതി ഇങ്ങനെയൊരു സ്മാരകം രൂപീകരിക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യൻ സമൂഹത്തിൽ അത്രയേറെ സ്വാധീനം പുഷ്കിൻ സൃഷ്ടിച്ചിട്ടുണ്ട്.
സാഹിത്യത്തിലൂടെ സാർ ഭരണകൂടത്തെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. അതിന്റെ പേരിൽ പല പ്രതികാര നടപടികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തു. പുഷ്കിന്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങൾ വരകളിലൂടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ പുഷ്കിൻ എന്ന വ്യക്തിയെ നമുക്ക് കൂടുതൽ അറിയാനാകും. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിവിധതരം വസ്തുക്കളാണ് പ്രദർശനത്തിലെ മറ്റൊരിനം. എഴുത്തുമേശ അടക്കമുള്ള ഫർണിച്ചറുകൾ, പിയാനോ, ആയുധങ്ങൾ എന്നിങ്ങനെ 19-ാം നൂറ്റാണ്ടിലെ ഒരു സമ്പന്ന ഭവനത്തിന്റെ കാഴ്ചകൾ കൂടിയാകുന്നുണ്ട് ഈ മ്യൂസിയം. ഇനി നമുക്ക് നഗരത്തിലെ പ്രധാന ഉദ്യാനമായ ഗോർക്കി പാർക്ക് സന്ദർശിക്കാം. മോസ്കോ നഗരവാസികൾ ഒഴിവു സമയം ചിലവിടാൻ സുഹൃത്തുക്കൾക്കൊപ്പവും കുടുംബസമേതവും എത്തുന്ന ഡെസ്റ്റിനേഷനാണിത്. വിനോദത്തിനായി പലവിധ ആക്ടിവിറ്റികൾ ഗോർക്കി പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഗ്രൗണ്ടുകൾ, വ്യായാമ കേന്ദ്രങ്ങൾ, ചിൽഡ്രൻസ് പാർക്കുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടും. അതിമനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള ഗാർഡനിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുകയെന്നതാണ് പ്രധാന ആക്ടിവിറ്റി. മനോഹരമായ പൂന്തോട്ടങ്ങൾ, ആകർഷകമായ ഫൗണ്ടനുകൾ, വിശാലമായ പുൽത്തകിടികൾ, മരക്കൂട്ടങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. നിരവധി മ്യൂസിയങ്ങളും ഈ പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. കല, സാഹിത്യം, ചരിത്രം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ വിനോദസഞ്ചാരികൾക്ക് റഷ്യൻ സംസ്കാരത്തെ കൂടുതൽ അറിയാൻ അവസരമൊരുക്കുന്നു. അവസാനമായി മറ്റൊരു പാർക്കിലേക്ക് പോകാം. വെദൻഹ മ്യൂസിയം കോംപ്ലക്സ്. ഇതൊരു പാർക്കും എക്സിബിഷൻ കോംപ്ലക്സും കൂടിയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നേട്ടങ്ങൾ ഓരോന്നായി പ്രദർശനങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിന് പാർക്കിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സോവിയറ്റ് കാലത്ത് ഏറ്റവും അധികം വികസിച്ച മേഖലകളിൽ ഒന്നായ ബഹിരാകാശ ഗവേഷണം സ്പേസ് പവലിയൻ എന്ന മ്യൂസിയത്തിൽ കാണാനാകും. ലോകമെങ്ങും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സോവിയറ്റ് സ്പേസ് എക്സ്പ്ലോറേഷനുകളെ പറ്റിയുള്ള അറിവുകൾ ഏറെ അത്ഭുതപ്പെടുത്തുന്നതും വിജ്ഞാനപ്രദവുമാണ്. ജലജീവികളെ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയമാണ് മോസ്ക്വേറിയം. പാർക്കിലെ തിരക്കേറിയ ഈ കേന്ദ്രത്തിൽ ഏതാണ്ട് 8,000-ലധികം സ്പീഷീസ് ജീവികളെ കാണാനാകും. ഇതുകൂടാതെ മോഡേൺ റഷ്യൻ ആർട്ട്, റോബോട്ടിക് സയൻസ് എന്നീ വിഷയങ്ങളിലുള്ള പ്രദർശനങ്ങളും പാർക്കിലുണ്ട്. സോവിയറ്റ് കാലത്തെ നിരവധി മനോഹര നിർമ്മിതികളും പാർക്കിൽ കാണാനാകും. പാരീസിലെ ട്രയംഫൽ ആർച്ചിന്റെ മാതൃകയിലുള്ള എൻട്രൻസ് ഗേറ്റാണ് അതിലൊന്ന്. കൂടാതെ സോവിയറ്റ് യൂണിയനിലെ 16 റിപ്പബ്ലിക്കുകളുടെ പേരിൽ ഇവിടെ പവലിയനുകളും നിർമ്മിച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗിന്റെ കാര്യത്തിലും പാർക്ക് ഒട്ടും പിന്നിലല്ല. ഫൗണ്ടനുകൾ, പൂന്തോട്ടങ്ങൾ, തിയേറ്ററുകൾ എന്നിവയെല്ലാം ഈ പാർക്കിന്റെ ഭാഗമാണ്. റഷ്യൻ തലസ്ഥാന നഗരമായ മോസ്കോയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. ക്രെംലിൻ, റെഡ് സ്ക്വയർ, സെയിന്റ് ബേസിൽസ് കത്തീഡ്രൽ തുടങ്ങി ചരിത്ര സ്മാരകങ്ങളും സാംസ്കാരിക സവിശേഷതകളും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ മോസ്കോയിലേക്ക് ആകർഷിക്കുന്നു.